ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സേഫാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറുപയർ പരിപ്പിൻ്റെ പായസമാണ്. ഇത് നമ്മൾ സാധാരണ ഉണ്ടാക്കാറുള്ളത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടാണ് ഈ പായസം ഉണ്ടാക്കിയെടുക്കാറുള്ളത്. എന്നാൽ തേങ്ങ ചിരകാനോ പിഴിയാനൊന്നും നിൽക്കണ്ട, വളരെ ഈസി ആയിട്ട് എങ്ങനെ ഈ പായസം ഉണ്ടാക്കുക എന്നുള്ളത് കാണിക്കുകയാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഈ വിഷുവിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ ചെറുപരിപ്പ് ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കുക്കർ തന്നെ വേവിക്കാമെന്ന് വിചാരിച്ചിട്ട് കുക്കർ തന്നെയാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പാനിൽ എന്തെങ്കിലും വറുത്തിട്ട് പിന്നെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ 2 പാത്രം ഒന്നും എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ തന്നെ വറുത്തിട്ട് കുക്കർ തന്നെയാണ് വേവിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് വറുക്കരുത് കേട്ടോ. അപ്പോൾ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പായസത്തിൻ്റെ മൊത്തം ടേസ്റ്റ് മാറും. അപ്പോൾ ഈ ഒരു കളർ മതി, ഇത്രയും മതി. നമുക്ക് ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് കഴുകുക കേട്ടോ. കഴുകിയതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പ് മുങ്ങി കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്നിട്ട് പ്രഷർ മൊത്തം പോയിട്ട് തുറന്നാൽ മതി. എന്നാൽ തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ വറുത്തതിന് ശേഷമാണ് കഴുകുന്നത്. കഴുകിയിട്ട് വറുക്കുകയാണെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ വറവായി കിട്ടാൻ. അപ്പോൾ നമുക്കൊരു വിസിൽ വന്നതിന് ശേഷം ഇത് തുറന്നിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടാണ് ഞാൻ തുറന്നിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പരിപ്പ് വെന്തുടഞ്ഞിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ ഞാനങ്ങനെ കണക്കൊന്നും നോക്കാണ്ടാണ് ഒഴിക്കാറുള്ളത്. വെള്ളം പരിപ്പ് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കലാണ്. ഇനി ഇത് നമുക്കൊരു പരന്ന പാത്രത്തിലോട്ട് വെന്തിട്ടുള്ള പരിപ്പ് മാറ്റാം. അപ്പോൾ നമ്മൾ ചോറൊന്നും വെക്കണ പാത്രങ്ങളൊന്നും എടുക്കരുത് കേട്ടോ. മസാലയൊന്നും ഉണ്ടാക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കരുത്. ഇനി ഇതിലേക്ക് ശർക്കര പാവാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 300 ഗ്രാം ശർക്കര ഉരുക്കിയിട്ടുണ്ട്. അത് മുഴുവനൊന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ പാകത്തിന് നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൂട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പരിപ്പ് കട്ടയില്ലാണ്ട് നന്നായിട്ട് തന്നെ ഉടച്ച് മിക്സ് ചെയ്യുക. ഈ സമയത്ത് തന്നെ നമ്മൾ തീ ഓൺ ചെയ്ത് വെക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അപ്പോൾ പരിപ്പ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും. അപ്പോൾ നമുക്ക് ശർക്കര പാവ് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക. ശർക്കര ഉരുക്കിയിട്ട് നമ്മൾ അരിച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ പായസം നല്ല കളറുണ്ടാവും. ഇത് നമുക്ക് ഈ വെല്ലം ശർക്കര ആയതുകൊണ്ട് തന്നെ കളർ വളരെ കുറവാണ് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ശർക്കരയിൽ കിടന്നിട്ട് ഈ പരിപ്പിനൊന്ന് വരട്ടിയെടുക്കണം കേട്ടോ. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പായസം. പെട്ടെന്ന് തന്നെ നിങ്ങൾ എടുക്കരുത്. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുക. നമ്മൾ കൂടുതൽ സമയം എടുത്ത് ഉണ്ടാക്കുന്ന പായസമാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ പരിപ്പ് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ഏത് സാധനവും അടി പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ നിങ്ങളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് വേണം പരിപ്പും ശർക്കരയും കൂടെ ഒന്ന് വരട്ടിയെടുക്കാനായിട്ട്. അപ്പോൾ പരിപ്പിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവരുത് കേട്ടോ. വെള്ളം ഉണ്ടെങ്കിൽ നിങ്ങൾ പരിപ്പ് ആദ്യം വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് വേണം ശർക്കര പാവ് ഒഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ നെയ്യിൽ ശർക്കരയും അതുപോലെ തന്നെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരുന്ന സമയത്ത് വേണം നമ്മളിതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കാനായിട്ട്. സാധാരണ നമ്മൾ പാല് 2-3 ആക്കിയിട്ടാണ് തേങ്ങാപ്പാലൊക്കെ എടുത്ത് വെക്കാറുള്ളത്. 3-ാം പാലിൽ നമ്മൾ പരിപ്പ് വേവിക്കും, പിന്നെ 2-ാം പാൽ ഒഴിക്കും. ലാസ്റ്റ് നമ്മൾ തലപ്പാൽ ഒഴിച്ചിട്ടാണ് പരിപ്പ് പായസം ഉണ്ടാക്കാറുള്ളത്. ഇത് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. നമ്മൾ പാലാണ് ഒഴിക്കുന്നത് ഇതിലേക്കൊരു 1.25 ലിറ്റർ പാൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ സാധാരണ പശുവിൻ പാലാണത്. അപ്പോൾ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാൽ തിളപ്പിച്ചിട്ട് ഒഴിക്കാം കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ തണുത്ത പാലെടുത്തിട്ട് ഒഴിക്കരുത്. അപ്പോൾ പാലൊഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. നമുക്കിങ്ങനെ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ പിയ്യാനോ ഒന്നും നിൽക്കണ്ട. എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ പായസം. ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും കേട്ടോ. പാൽ തന്നെ ചേർക്കുക കേട്ടോ. എത്ര നിങ്ങൾക്ക് ലൂസാക്കി എടുക്കുന്നു അതിനനുസരിച്ച് നിങ്ങൾ പാൽ ചേർക്കുക. ഇനി ഒരു നുള്ളു ഉപ്പും കൂടെ നമ്മൾ ചേർത്തിട്ടുണ്ട്. നമ്മുടെ ശർക്കരയുടെ ഒരു മധുരം ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉപ്പുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ.
ചില ശർക്കര നല്ല ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഇനി ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ലൂസാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് പാലൊഴിച്ചിട്ടൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് കൂടുതൽ ഒഴിക്കണം എന്നുണ്ടെങ്കിൽ ശർക്കരയുടെ അളവ് കുറച്ചിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക, ഇല്ലെങ്കിൽ മധുരം കൂടിപ്പോകും കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് കുറച്ച് ലാസ്റ്റ് ഒന്ന് ചേർക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കൂടും പായസത്തിന്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ഈ സമയത്തൊക്കെ നിങ്ങൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്, പെട്ടെന്ന് തന്നെ പരിപ്പ് അടി പിടിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നന്നായിട്ട് നമുക്ക് ഈ പാലും ഒന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും പായസം ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് തിളച്ച് മറിയരുത് പായസം, അപ്പോൾ പായസത്തിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും. അപ്പോൾ നേരത്തെ ഞാൻ ഇത് ഒരു വിഷുവിൻ്റെ ഒരു പായസം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറുപയർ പരിപ്പും അതുപോലെ തന്നെ കടലപ്പരിപ്പും ഗോതമ്പ് നുറുക്കും കൂടെ വെച്ചിട്ടുണ്ടാക്കിയൊരു പായസം ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അത് ശരിക്കും നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് തന്നെയാണ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മളിപ്പോൾ ഒരു ഇൻസ്റ്റൻറ്റ് പായസം എന്നുള്ള രീതിയിലാണ്, വളരെ പെട്ടെന്ന് എങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ ഈസി മാത്രമല്ല കേട്ടോ, നല്ല ടേസ്റ്റും കൂടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ചെറിയ ജീരകം, അതുപോലെ ഒരു 4 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ചുക്കും കൂടെ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ജീരകത്തിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കുക. ഞാനൊരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് മൂന്നും കൂടെ നന്നായിട്ട് വറുത്തിട്ട് നമ്മൾ പൊടിച്ചിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇത് ചേർക്കുന്ന സമയത്താണ് ഈ ഒരു ശർക്കര പായസങ്ങളുടെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. ചുക്കൊക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ശർക്കരയുടെ ആ ഒരു മധുരമൊക്കെ നന്നായിട്ട് തന്നെ ആ ഒരു കുത്തൽ പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ സാധാരണ പായസത്തിലേക്ക് ചേർക്കുന്ന പോലെ തന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ നെയ്യിലൊന്ന് വറുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പായസം റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് കേട്ടോ, ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാവർക്കും എപ്പോൾ വേണേലും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നൊരു പായസമാണ്. അപ്പോൾ നിങ്ങൾ ഈ വിഷുവിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൽ, ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക ലിങ്ക്. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. Okay, bye.